Hi friends, welcome back to my channel. മറ്റൊരു റെസിപ്പി വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാനമായിട്ടും മലബാർ ഏരിയയിലുള്ള മുസ്ലിം വീടുകളിൽ ബറാത്തിന്റെ അന്നോ അല്ലെങ്കിൽ തലേന്നത്തെ ദിവസമോ ഉണ്ടാക്കുന്ന ഒരു തരം പായസമാണ് കറി എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള കറിപ്പായസം ഉണ്ട്. സീർവാഴക്കറി, പിടിക്കറി, ഉന്നക്കായക്കറി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സീർവാഴക്കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. നല്ല യമ്മി ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പായസം കൂടിയാണിത്. അപ്പോൾ നമുക്ക് സമയം വൈകിക്കാണ്ട് ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളെ കമന്റ് ഞങ്ങളെ അറിയിക്കുകയും വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പച്ചരി എടുത്തിട്ടൊന്ന് പൊതിർത്തി വെക്കാം. ഒരു 2-3 മണിക്കൂർ മുന്നേ പൊതിർത്തി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചു കൊണ്ടുവരിക. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റിലോട്ടേക്ക് പോകാം. അടുത്തത് നമ്മൾ സീർവാഴക്കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് പഴം നിറച്ചതാണ്. അപ്പോൾ പഴം നിറച്ചതിന് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ടേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരല്പസമയം കഴിയുന്ന സമയത്ത് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് ഈ ഒരു തേങ്ങയുടെ കൂടെ അങ്ങ് ചേർന്നോളും. നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലപ്പണ്ടം ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. നമ്മളിതിൽ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. തേങ്ങയും ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴം നിറച്ചത് തയ്യാറാക്കാനായിട്ട് നമ്മൾ നേന്ത്രപ്പഴമാണ് ഉപയോഗിക്കാറ്. അപ്പം ഒരുപാട് പഴുപ്പും പാടില്ല, ഒട്ടും പഴുക്കാത്തതും ആവരുത്. ഒരു മീഡിയം പഴുപ്പുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിന് വലിപ്പം കൂടുതലായതുകൊണ്ട് തന്നെ ഇതുപോലെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ കീറി കൊടുക്കുന്നു. ഒരു 3 സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാവുന്നതാണ്. ഇതിന് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി മാറ്റിക്കളയാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഊരിപ്പോകുന്ന വഴുവഴുക്കുന്ന പോലെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇതിനൊന്ന് സ്ലിറ്റ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ തൊലി കളയാൻ നോക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പഴുപ്പും പാടില്ല, ഒട്ടും പഴുക്കാത്തതും ആവരുത്. ഒരു മീഡിയം പഴുപ്പുള്ള പഴം വേണം എടുക്കാനായിട്ട്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഒരല്പം മൈദപ്പശയും കൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് തയ്യാറാക്കിയിട്ട് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ പഴത്തിൽ, അപ്പോൾ അതിൻ്റെ ഓരോ കീറിൻ്റെ ഉള്ളിലുമായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പണ്ടം നിറച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് പഴം നിറച്ചത് ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു മെത്തേഡും കൂടെ ചെയ്യാനുണ്ട്. അതായത് ആദ്യം പഴം നമ്മൾ ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം, അതായത് അത് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ടേക്ക് ഫില്ലിങ് വെക്കുന്ന ഒരു രീതിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫില്ലിങ് നിറച്ചതിന് ശേഷം ഇതുപോലെ മൈദപ്പശ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ മൈദ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കോൺഫ്ലോറും അതേപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ കുറച്ചെടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. മൈദ ഉണ്ടെങ്കിൽ മൈദ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്കിതൊന്ന് അടച്ചു കൊടുത്തതിന് ശേഷം എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു പഴം നിറച്ചത് തയ്യാറാക്കുന്നതെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പശ ഇങ്ങനെ തേക്കുന്ന സമയത്ത് നമ്മൾ 2 കയ്യിലും ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരാളുടെ ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അയാൾക്ക് വറുത്തെടുക്കാമല്ലോ. അപ്പോൾ നമ്മളിവിടെ പഴം നിറച്ചത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറിപ്പായസമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്തോട്ടേക്ക് വെക്കുകയാണ്. ഇതിൽ ഓൾറെഡി 2ാം പാല് ചേർത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പച്ചരിയാണ്. ഒരുപാട് ചേർക്കാൻ പാടില്ല, ഒത്തിരി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക.
പച്ചരി നമ്മൾ ഇതിൽ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഇത് വല്ലാണ്ടങ്ങ് ടൈറ്റ് ആയി പോകും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് ഇതുപോലെ കൈ വെക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട കെട്ടിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ത് മധുരമുള്ള സാധനം ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ ഒരല്പം ഉപ്പ് തീർച്ചയായിട്ടും ചേർക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അതിലോട്ടേക്ക് ചേർക്കുന്ന പഞ്ചസാര നമുക്ക് ഒന്ന് മുൻപന്തിയിൽ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ എത്ര മധുരം ചേർത്ത് കഴിഞ്ഞാലും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഒരല്പസമയം കഴിയുന്നതോടുകൂടി ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ടേക്ക് 1/4 പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുറുകിയതിന് ശേഷം വേണം 1/4 പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുറുകുക എന്ന് പറയുമ്പോൾ വല്ലാണ്ട് കുറുക്ക് പോലെ അങ്ങ് ആയിപ്പോവാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു കട്ടിയിലാണുള്ളത്. ഇനി വീണ്ടും ഇത് കുറുകുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരല്പം ഉപ്പും കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും യാതൊരു കണക്ക് എന്ന് പറയുന്ന കാര്യമില്ല. കാരണം നമ്മൾ എടുക്കുന്ന തേങ്ങാപ്പാലിൻ്റെയൊക്കെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർക്കുന്ന പച്ചരി അരച്ചതും അതേപോലെ തന്നെ ഇത് കുറുകി വരാനുള്ള ആവശ്യത്തിനുള്ള പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം റെഡിയായിട്ട് വരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ടേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൈവെക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഏകദേശം റെഡിയായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ടൊന്ന് ചെയ്താൽ മതി. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടലപ്പരിപ്പുണ്ടല്ലോ അതും കൂടെ വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് ആദ്യം തന്നെ നമ്മളെ പഴം നിറച്ചതാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ യമ്മി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി പായസമാണ് കേട്ടോ ഇത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പി വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയും കൂടെ ഈ ഒരു പഴത്തിലോട്ടേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ കഴിക്കുന്നത്. അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.